ഖത്തറിലെ യുഎസ് വ്യോമതാവളം ആക്രമിക്കുന്നത് മുതൽ വെടിനിർത്തൽ വരെ 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ-ഇറാൻ യുദ്ധം അവസാനിച്ചു. ഇസ്രായേൽ-ഇറാൻ യുദ്ധത്തിൽ നാടകീയമായ ഏതാനും മണിക്കൂറുകളാണ് കഴിഞ്ഞുപോയത്. കാര്യങ്ങൾ അവസാനിച്ച രീതിയിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. രണ്ട് എതിരാളികളായ രാജ്യങ്ങളും പൂർണ്ണമായ വെടിനിർത്തലിന് സമ്മതിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അങ്ങനെ 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചു, അല്ലെങ്കിൽ ട്രംപ് അവസാനിപ്പിച്ചു. ട്രംപിന്റെ മനസ്സിൽ എന്താണ് എന്ന ചോദ്യവും ബാക്കിയാണ്. പക്ഷെ 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും ഇറാനും തമ്മിൽ പൂർണ്ണമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം ചൊവ്വാഴ്ച ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായും 3 പേർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലോ ഇറാനോ ഈ സീസ്ഫയർ വാർത്ത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നടന്ന സംഭവങ്ങളുടെ ക്രമം ഒന്ന് മനസ്സിലാക്കാം. അമേരിക്കയ്ക്കെതിരായ ഇറാന്റെ പ്രതികാര നടപടികളുടെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച രാത്രി ഖത്തർ തങ്ങളുടെ വ്യോമാതിർത്തിയിലെ എല്ലാ വ്യോമ ഗതാഗതവും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത് പ്രഖ്യാപിച്ചു. ദോഹയിലെ യുഎസ് എംബസി തിങ്കളാഴ്ച അമേരിക്കൻ പൗരന്മാർക്ക് സ്ഥലത്ത് അഭയം തേടണമെന്ന് മുന്നറിയിപ്പ് നൽകി. വളരെയധികം ജാഗ്രത പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതെന്നും കൂട്ടിച്ചേർത്തു. പിന്നീട് ഖത്തർ അധികൃതർ മറ്റൊരു പ്രസ്താവന ഇറക്കി. ഈ നീക്കം മേഖലയിലെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നിരവധി മുൻകരുതൽ നടപടികളിൽ ഒന്നാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളായ നതാൻസ്, ഇസ്ഫഹാൻ, ഫോഡോ എന്നിവിടങ്ങളിൽ ട്രംപ് ആക്രമണം അഴിച്ചുവിട്ടതിന് ശേഷം ഇറാന്റെ പ്രതികരണത്തിനായി ലോകം കാത്തിരിക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. പിന്നാലെ പശ്ചിമേഷ്യയിലെ യുഎസ് ബേസുകളിൽ എവിടെയെങ്കിലും തെഹ്റാൻ തിരിച്ചടിക്കുമെന്ന ഭയം ഉയർന്നിരുന്നു. ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയും ഖത്തർ തലസ്ഥാനത്തിന് ചുറ്റും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനും പിന്നാലെ ഈ ഭയം യാഥാർത്ഥ്യമായി. താമസിയാതെ റിപ്പോർട്ടുകളും വന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യുഎസ് സൈനിക കേന്ദ്രമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന്. ഹെറാൾഡ് ഓഫ് വിക്ടറി എന്ന തെഹ്റാൻ വിളിച്ച ഓപ്പറേഷനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഹ്രസ്വദൂര ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിൽ വിനാശകരവും അതുപോലെ ശക്തവുമായ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. യുഎസ് ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമത്തിന്റെ വ്യക്തമായ ലംഘനമെന്നും പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചു. ആക്രമണത്തിന് മുമ്പ് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് ഇറാൻ ഖത്തറിനും അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ പ്രതികരണം ദുർബലവും പ്രതീക്ഷിക്കുന്നതുമാണ് എന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാമെന്നും ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് അൽ ഉദൈദ് വ്യോമതാവളത്തെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്ന് ഖത്തർ അധികൃതരും സ്ഥിരീകരിച്ചു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മജീദ് അൽ അൻസാരി ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഈ ധിക്കാരപരമായ ആക്രമണത്തിന്റെ സ്വഭാവത്തിനും വ്യാപ്തിക്കും തുല്യമായ രീതിയിൽ നേരിട്ട് പ്രതികരിക്കാനുള്ള അവകാശം തന്റെ രാജ്യത്തിനുണ്ടെന്ന് പറയുകയും ചെയ്തു. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെയുള്ള ആക്രമണം നടന്ന 2 മണിക്കൂറിനുള്ളിൽ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലും ഇറാനും പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചതായി പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളും അന്തിമ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഏകദേശം 6 മണിക്കൂറിനുള്ളിൽ ഇത് പ്രാബല്യത്തിൽ വരും. എന്നാൽ ഇറാനിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഉടനടി ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിച്ചിരുന്നതുമില്ല. ഇറാൻ പുതിയ ആക്രമണങ്ങൾ നടത്താത്തിടത്തോളം കാലം ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചതായി ഒരു ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. അതേസമയം കരാർ പാലിക്കുമെന്ന് ഇറാൻ സൂചന നൽകുകയും ചെയ്തു. പിന്നീട് ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഖ്ചി ഒരു സാധ്യമായ വെടിനിർത്തലിനെ കുറിച്ച് സൂചന നൽകി. അദ്ദേഹം എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശിക്ഷിക്കുന്നതിനായി നമ്മുടെ ശക്തമായ സായുധ സേനയുടെ സൈനിക പ്രവർത്തനങ്ങൾ അവസാന നിമിഷം വരെ പുലർച്ചെ 4 മണിവരെ തുടർന്നു. എല്ലാ ഇറാനികളോടൊപ്പം അവസാന തുള്ളി രക്തം വരെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ സംരക്ഷിക്കാൻ സജ്ജരായ ശത്രുവിന്റെ ഏത് ആക്രമണത്തിനും അവസാന നിമിഷം വരെ പ്രതികരിച്ച നമ്മുടെ ധീരരായ സായുധ സേനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഇനി ഖത്തർ സർക്കാർ ഒരു മധ്യസ്ഥതയിൽ നിർണായക പങ്ക് വഹിച്ചതായും ട്രംപ് ഒരു ഘട്ടത്തിൽ അതിന്റെ നേതാവായ അമീർ തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുമായി നേരിട്ട് സംസാരിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തലിന് ഇസ്രായേലിനെ സമ്മതിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെന്ന് ട്രംപ് ഖത്തർ അമീറിനോട് പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തു. മധ്യസ്ഥത വഹിക്കാൻ സഹായിച്ചതിന് അദ്ദേഹം ഖത്തർ അമീറിനോട് നന്ദി പറയുകയും ചെയ്തു. കൂടാതെ കരാർ അംഗീകരിക്കാൻ ഇറാനികളെ പ്രേരിപ്പിക്കാൻ സഹായിക്കണമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ അമീറിനോട് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ പ്രഖ്യാപനം സ്വന്തം ഭരണകൂടത്തിലെ അംഗങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ട്രംപ് വീണ്ടും ട്രൂത്ത് സോഷ്യലിൽ ഏറ്റെടുത്തു. ഇത്തവണ യുഎസ് പ്രസിഡന്റ് എഴുതിയത് ഇങ്ങനെയാണ്: ഇസ്രായേലും ഇറാനും ഏതാണ്ട് ഒരേ സമയം എന്റെ അടുത്ത് വന്ന് സമാധാനമെന്ന് പറഞ്ഞു. സമയമായെന്ന് എനിക്കറിയാമായിരുന്നു. ലോകവും മിഡിൽ ഈസ്റ്റുമാണ് യഥാർത്ഥ വിജയികൾ. ഇരു രാജ്യങ്ങളും അവരുടെ ഭാവിയിൽ വലിയ സ്നേഹവും സമാധാനവും സമൃദ്ധിയും കാണും.
നീതിയുടെയും സത്യത്തിന്റെയും പാതയിൽ നിന്ന് വ്യതിചലിച്ചാൽ അവർക്ക് നഷ്ടപ്പെടാനും നേടാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്രായേലിന്റെയും ഇറാന്റെയും ഭാവി പരിധിയില്ലാത്തതും വലിയ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞതുമാണ്. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. വെടിനിർത്തൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുമോ എന്നും ശത്രുത അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് വിജയിച്ചിട്ടുണ്ടോ എന്നും കാണാൻ ഇനി സമയത്തിന്റെ കാര്യം മാത്രമാണ് ബാക്കി.